ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ അവൽ മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതൊരു ഫ്രൈങ് പാനിലേക്കിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. അവൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ മാറി കുറച്ചൊന്ന് ഹാർഡായി വന്നു കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 3 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അത് നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. പഴം ഉടച്ച് ഒരുപാടും കൂടെ ഉടയ്ക്കണമെന്നില്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉടച്ചെടുത്താൽ മതിയാവും. അടുത്തതായി ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ്. തൊലി കളഞ്ഞ നിലക്കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് പിന്നെ ചൂടാക്കി വെച്ചിരുന്ന അവലില്ലേ, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഈ തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ അവൽ മിൽക്ക് തയ്യാറാക്കി കൊടുക്കാം. വെറും 10 മിനിറ്റ് മാത്രം മതി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കുന്നതിന്. ഇപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും സമയമില്ലാത്ത സന്ദർഭങ്ങളിൽ ഇതുപോലെ അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അവൽ മിൽക്ക് ഹെൽത്തിയുമാണ്, പിന്നെ നല്ലൊരു ഫില്ലിങ്ങും കൂടിയാണ്. ഇപ്പം ഓട്സ് സ്മൂത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കത്തില്ലേ, അതുപോലെയൊക്കെ തന്നെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മടിയൊക്കെ തോന്നുന്ന സമയങ്ങളിൽ നമുക്കിതുപോലെ അവൽ മിൽക്ക് തയ്യാറാക്കി നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. സീ യു അഗെയിൻ. താങ്ക് യു.